നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു അതിഭീകരമായ ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ ചെങ്കോട്ടക്കും ചാന്ദിനി ചൗക്ക് മാർക്കറ്റിനുമിടയിൽ ഒരു കാറ് പൊട്ടിത്തെറിച്ച് 12 പേർ മരണമടഞ്ഞത്. 35 ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഹൽഗാം ഭീകരാക്രമണം നടന്ന് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്ക് തലസ്ഥാന നഗരിയിൽ മറ്റൊരു ഭീകരാക്രമണം സംഭവിച്ചിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഏജൻസികൾക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം അതിഗംഭീരമായിട്ട് പുരോഗമിച്ച് മുന്നോട്ട് പോകും. പക്ഷെ എന്നിരുന്നാലും ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്നതിനെക്കുറിച്ച് പല സൂചനകളും ഇതിനോടകം വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഭരണകൂടമോ നമ്മുടെ അന്വേഷണ ഏജൻസികളും ഈ ആക്രമണത്തിന് പിന്നിൽ ആരായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാധ്യമങ്ങളും അവരുടെ പിന്തുണക്കുന്നവരുമെല്ലാം കൂടി ഈ ആക്രമണം ആര് നടത്തി എന്നതിൻ്റെ ഉത്തരവാദിത്തം ചില പ്രത്യേക വിഭാഗങ്ങളിലേക്ക് ഇതിനകം തന്നെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും പോലെ തന്നെ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ ഒന്നടങ്കം ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ച് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നത് തന്നെയാണ്. പാകിസ്ഥാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അറക്കത്തുൽ മുജാഹിദീൻ പോലെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഭീകര സംഘടനകൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ ഔദ്യോഗികമായിട്ട് ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ രാജ്യത്തെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരുടെയും ചിന്ത പോകുന്നത് ആ വഴിക്ക് തന്നെയാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹി അടക്കം ബോംബെയിലടക്കം അല്ലെങ്കിൽ ഹൈദരാബാദിലടക്കം പല നഗരങ്ങളിലും ഇപ്രകാരമുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഭീകരവാദികൾ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ ഏജൻസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഇപ്രകാരമുള്ള ഭീകരാക്രമണ പദ്ധതികൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി മുളയിലോ നുള്ളിക്കരയാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും എത്തിപ്പെട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. ഇപ്രകാരം ലഭിച്ചിട്ടുള്ളതായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും ഒക്കെ ഒരുപാട് പരിശോധനകളും നടത്തിയത്. അപ്രകാരം നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട എന്ന് സംശയിക്കുന്ന പലരെയും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നിന്ന് നിരവധിയായ സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കാനും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലം നിലനിൽക്കെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരിക്കൽ കൂടി പരാജയപ്പെട്ട ഒരു കാഴ്ചയാണ് ഡൽഹിയിലെ ഈ സ്ഫോടനത്തിലൂടെ നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നഗരങ്ങളിൽ പോലും നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഭീകരവാദികൾ ഇപ്രകാരമുള്ള ഒരു ഭീകരാക്രമണം നടത്തി എന്ന് പറയുന്നത് ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നതിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വിശിഷ്യ ബീഹാർ, ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡിൽ
നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു, പിടിച്ചെടുത്തിരുന്നു. അതുപോലെ തന്നെ ഭീകരാക്രമണ പദ്ധതികളെ സഹായിക്കും അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങും എന്ന് സംശയിക്കുന്ന നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചില ഭീകരവാദികൾ തങ്ങൾ പിടിക്കപ്പെടും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ നടത്തിയ ഒരു പദ്ധതിയാണ് ഇങ്ങനെ ഒരു സ്ഫോടനത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നതാണ് മനസ്സിലാവുന്നത്. അതായത് തങ്ങൾ പിടിക്കപ്പെടും, തങ്ങളുടെ കൈവശമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ഭീകരവാദികളിൽ ചിലർ തങ്ങളുടെ കൈവശമുള്ള സ്ഫോടക വസ്തുക്കൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നും പറയപ്പെടുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുവാൻ ഇവർ ഉപയോഗിച്ചത് ഡോക്ടർ ഉമർ എന്ന് പറയുന്ന ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെയാണ്. ഈ ഉമർ തൻ്റെ I-20 കാറിൽ ഈ സ്ഫോടക വസ്തുക്കളുമായിട്ട് സുരക്ഷിതമായ മറ്റൊരു താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഡൽഹിയിൽ എത്തിച്ചേരുകയും ഈ റെഡ് ഫോർട്ടിന് സമീപമുള്ള ഒരു പ്രദേശത്ത് ഈ വാഹനം 3 മണിക്കൂർ നിർത്തിയിടുകയും ചെയ്തു. ശേഷം എങ്ങോട്ടേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ മാറ്റേണ്ടത് എന്ന രഹസ്യ വിവരം ഇദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം 3 മണിക്കൂറിന് ശേഷം ഈ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് റെഡ് ഫോർട്ടിന് സമീപം ഈ വാഹനം പൊട്ടിത്തെറിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ചാവേർ ആക്രമണം ഉദ്ദേശിച്ചത് ഈ പ്രദേശത്തല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അവർ ഈ സ്ഫോടക വസ്തുക്കൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി ഏറ്റവും ജനനിബിഡമായ മറ്റൊരു പ്രദേശത്ത് ഈ വാഹനം പൊട്ടിത്തെറിപ്പിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഇവരുടെ പദ്ധതി പാളിപ്പോയി. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഈ വാഹനം പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണ് ഈ വലിയ സ്ഫോടനം ഉണ്ടായത്. ഈ 12 പേർ മരിക്കാനിടയായത്, 35 പേർക്ക് പരിക്കേൽക്കാനിടയായത് എന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം ഏജൻസികൾ പറയുന്നത്. ഏതായാലും 12ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊരു VIP-കളല്ല, സമൂഹത്തിന് വലിയ പ്രാധാന്യമുള്ളവരുമല്ല. അവിടെ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വന്നവരും അതുപോലെ ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചു പോകുന്നവരും ഒക്കെയായ നിരപരാധിയായ ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ പശ്ചാത്തലം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നഗരവാസികളായ ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അരക്ഷിതത്വ ബോധത്തെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നഗരങ്ങൾ, അത് ബോംബെ ആവട്ടെ, കൽക്കത്ത ആവട്ടെ, നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹി ആവട്ടെ, ഇവിടെയൊന്നും ജീവനും സ്വത്തിനും സുരക്ഷയില്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പരാജയമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, വിശിഷ്യ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മിനിസ്ട്രിക്കാണ്. അങ്ങനെ ജനങ്ങൾ സംശയിച്ചാലും ജനങ്ങളെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ജനതക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും ഭീമമായ തുക ചെലവഴിച്ച് ഇവർ ഭരണകൂടത്തെ നിലനിർത്തുന്നത്. ഇത്രയും ഭീമമായ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വിപുലമായ പോലീസ് സംവിധാനത്തെയും പട്ടാള സംവിധാനത്തെയും ഒക്കെ നമ്മൾ തീറ്റിപ്പോറ്റി നിലനിർത്തിപ്പോരുന്നത്. അവർ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വീഴ്ചയാണ്. സ്വാഭാവികമായിട്ടും അതിന് ഉത്തരവാദികളായിട്ടുള്ള ഭരണകൂടം തങ്ങളുടെ ഉത്തരവാദിത്വം ഭരണം വിട്ടൊഴിഞ്ഞ് രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. അതാണ് ജനങ്ങളോടുള്ള അവരുടെ ഉത്തരവാദിത്വം പരാജയപ്പെടുമ്പോൾ ധാർമ്മികമായിട്ട് ഈ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. ഈ കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവരുടെ ആരോപണം ഇത് തന്നെയാണ്. നമ്മുടെ ഭരണകൂടം പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് പരാജയത്തിലാണ്. ഭരണകൂടം പരാജയപ്പെട്ടു. അതുകൊണ്ട്
അധികാരത്തിൽ ഇവർക്ക് തുടരാൻ അവകാശമില്ല എന്ന തരത്തിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. ഡൽഹി മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും അഭിപ്രായപ്പെട്ടത് ഇപ്രകാരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി നിർത്തിയാൽ തന്നെ മറ്റു പ്രതിപക്ഷ കക്ഷികളുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് ഒഴിവാക്കിക്കൊണ്ടാണ് മറുപക്ഷത്ത് ഭരണകൂടത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത്. രാജ്യത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി വരുമ്പോൾ, ജനങ്ങളുടെ ജീവന് ഭീഷണി വരുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനെ ഒരു ഉത്തരവാദപരമായ പ്രസ്താവനകൾ നടത്താൻ പാടുണ്ടോ? ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിന് പകരം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമല്ല ഇത്, ഭരണകൂടത്തിനെ പിന്തുണയ്ക്കേണ്ട സമയമല്ല ഇത് എന്നൊക്കെയാണ് ഭരണകക്ഷികൾ പറയുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും ബാധകമാണ് എന്ന കാര്യം നിലവിലെ ഭരണകൂടം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യം ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും ഇപ്രകാരമുള്ള ഭീകര ആക്രമണങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇരുന്നിരുന്ന ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്തത് എന്താണ്? അന്നത്തെ ഭരണകൂടത്തിനെ നിശിതമായിട്ട് വിമർശിക്കാനാണ് ഇവർ അന്ന് മുന്നോട്ട് വന്നിരുന്നത് എന്നത് ചരിത്രമാണ്. മുമ്പ് ബോംബെയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി മാത്രമായിരുന്ന നരേന്ദ്രമോദി ബോംബെയിൽ വന്ന് ഈ ഭരണകൂടത്തിനെതിരെ നിശ്ചിതമായി വിമർശനം നടത്തി പത്രസമ്മേളനം നടത്തിയ ആളാണ്. അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിന് എതിർ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷം വിമർശിക്കുന്നതിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഭരണത്തിലിരിക്കുമ്പോൾ തങ്ങൾക്ക് മറ്റൊരു നയവും, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തങ്ങൾക്ക് മറ്റൊരു നയവും എന്നതാണ് നിലവിലെ ഭരണകൂടത്തിൻ്റെ നിലപാട്. അത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാവും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതാവില്ല ഭരണപക്ഷത്ത് വരുമ്പോൾ പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പറയും. അത് നിലവിലെ ഭരണാധികാരികളും മാറി പറയുന്നുണ്ട്. ഏതായാലും നിലവിലെ അവസ്ഥ എന്താണ്? ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഭൂട്ടാനിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മസ്കറ്റിലാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ അവസ്ഥ. ഇതേ സമയം ഭരണ പ്രതിപക്ഷ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഭീകരാക്രമണത്തിൻ്റെ കാര്യം കുറ്റം പറഞ്ഞുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഭവബഹുലമായി അങ്ങനെ മുന്നോട്ട് പോകും. എനിവേ, നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഈ വിഷയം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം അത് പരാജയപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം ഈ പുൽവാമ ആക്രമണം ഉണ്ടായതിനു ശേഷം അധികം താമസിയാതെ തന്നെ നമ്മുടെ രാജ്യത്ത് നിരവധിയായ സ്ഫോടന പരമ്പരകൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളത് മാസങ്ങളായി വർഷങ്ങളായിട്ട് നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക്, അന്വേഷണ ഏജൻസികൾക്ക്, സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണമാണ്. ഇപ്രകാരമുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടും നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഇപ്രകാരമുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നതിന് തടഞ്ഞു നിർത്തുന്നതിൽ, മുൻകൂട്ടി കണ്ട് പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളും അതിർത്തികളുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസമാണ് ഇവിടെ തകർന്നു പോകുന്നത്. അതിൻ്റെ ഉത്തരവാദികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പും സുരക്ഷാ സംവിധാനങ്ങളും നമ്മുടെ ഭരണകൂടവുമാണ്. ഇനി ഇതിനെ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുന്നവരുമുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു. 2ാം ഘട്ടമാണ് ഇനി നടക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഗുജറാത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടി ചിലർ നടത്തിയ ഒരു ഭീകരാക്രമണമാണ് എന്ന്
കുറച്ച് കടന്ന് പറഞ്ഞ ആളുകളും നമ്മുടെ രാജ്യത്തുണ്ട്. സ്വാഭാവികമായിട്ട് BJP-യെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ നേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രണ്ടാം ഘട്ടത്തിൽ വൻ ഭൂരിപക്ഷം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി BJP-യും സംഘപരിവാറും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഭീകരാക്രമണ നാടകമാണ് ഡൽഹിയിൽ നടന്നത് എന്ന് ആരോപിച്ച് രംഗത്ത് വന്നിട്ടുള്ള ചില പ്രതിപക്ഷ കക്ഷികളുമുണ്ട്. അതിനെ നമ്മൾ അപ്രകാരം എടുക്കുന്നില്ല. അതിനെ നമ്മൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. ഇതിൻ്റെ പിന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളാണുള്ളത്. ഇത് രാഷ്ട്രീയമായൊരു ആരോപണമാണ് എന്ന് നമ്മൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ തന്നെയും ഇപ്രകാരമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ബീഹാറിൽ ഒരു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയിരിക്കെ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നമ്മുടെ തലസ്ഥാനത്ത് സംഭവിച്ചു എന്നത് അതൊരു നല്ല കാര്യമാണ്, അത് നന്നായി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന ചിന്ത തന്നെയാണ്. ഇതാരും ആസൂത്രണം ചെയ്ത് നടത്തിയതൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചതൊരു അനുഗ്രഹമാണ് എന്ന നിലക്ക് ചിന്തിക്കുന്നവരും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത.